അല്ല തമിഴ്നാട്ടിൽ ഇപ്പൊ നമ്മൾ ആരൊക്കെ ഉണ്ട്? ജനിച്ചാ പിന്നെ അങ്ങ് പോയിട്ടില്ല മാമ. പയ്യന് നമ്മുടെ കൈത്തൊഴിലൊക്കെ അറിയാവോ? കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴൊക്കെ സുന്നച്ചെയ്ന്ന് വലിയ വലിയ ഹോസ്പിറ്റൽക്കാരല്ലേ. മാത്രല്ല പഠിച്ച നമുക്ക് തന്നെ പണിയില്ലാണ്ടായി. അതും ശരിയാ. ലോകത്ത് ഈ ഒരു കൈത്തൊഴിൽ മാത്രമേ ചെയ്തിടത്ത് പിന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. അതെ അതെ. ഈ സുന്നത്തൊക്കെ ഒരു കൈത്തൊഴിലാണ് മാമ. എന്നാലും എന്റെ കണ്ണു വെട്ടി ചോറപ്പീര് വരെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെ കൊണ്ട കടത്തിനെ പോലെ ഇരിപ്പോത്തൽ നടക്കുള്ളൂ, അല്ല കാര്യങ്ങളെല്ലാം നടക്കും മനുഷ്യ. അത് നിർത്ത്, അവിടെ കല്യാണം ഉറപ്പിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? അമീർക്ക പെണ്ണ് കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്നാ? നിനക്കങ്ങനെ പറയാം. അവിടെ ഒരു പെണ്ണും കൂടെ വന്നാലേ ആ തള്ളച്ചയ്ക്ക് വീര്യം കൂടും. നീ നാളെ കല്യാണം കഴിഞ്ഞങ്ങ് പോവും. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാ. നിന്റെ ഉപ്പാക്കാണെങ്കിൽ ഒടുക്കത്തെ വലിവും. രണ്ട് തെറി വിളിച്ചു തുടങ്ങുമ്പോഴേക്കും അങ്ങേരെ കണക്കുക. ശ്വാസം കൊടുത്ത് 4 പുഴുത്ത തെറി പോലും വിളിക്കാൻ പറ്റാണ്ടായല്ലോ എന്റെ റബ്ബേ. എന്റെ മോൾക്ക് പല കല്യാണാലോചനകൾ വന്നതാ. പക്ഷേ ഓൾക്ക് എന്താണാവോ ഓട്ടോറിക്ഷക്കാരോട് ഒരു പ്രത്യേക താല്പര്യമാ. പ്രത്യേകിച്ച് പെട്ടി ഓട്ടോറിക്ഷക്കാരോട്. ഇവളെ ഒരുപാട് ഗൾഫ് ഓഫറൊക്കെ വന്നതാ, ഒന്നും പോയിട്ടില്ല. അതിന് ഗൾഫിൽ ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടോ? പിന്നെ ഒരുപാട് ആട്ടോ ഉണ്ട്. ഒന്ന് പോയിട്ട് വരാവേ. ഇങ്ങോട്ടാ ഗൾഫിലോ? അല്ല, അടുക്കളയിലേക്കാ. ഓ ഓ ഓ എന്താ അതെ, വിശേഷം പറഞ്ഞിരിക്കാതെ കാര്യം പറഞ്ഞ് ഉറപ്പിക്കാൻ. അപ്പുറത്ത് അവനും അവളും എങ്ങനെയത് മുടക്കാൻ പറ്റുന്ന നോക്കിയിരിക്കുക. പോ അങ്ങോട്ട്. ഹലോ, എന്തായിക്കാ, ഉറപ്പിച്ചോ? ഇല്ലടാ, ഉറപ്പിച്ചിട്ടില്ല. ഞാൻ വിളിക്കാം. ആണോ? കൂട്ടുകാരോടൊക്കെ ഉറപ്പിച്ചെന്നാണ് പറയും. മോളുടെ വിധി അതാണെങ്ങാണ് നടക്കട്ടെ. ഏ പുല്ല്. നമസ്കാരം മാഡം. എന്റെ പേര് രേഖ എന്നാണേ. ഞാൻ ചൈതന്യ ആയുർവേദ ആശുപത്രിയുടെ ഫീൽഡ് സ്റ്റാഫാ. അപ്പൊ ഞങ്ങൾ ഈ മൂലക്കുരുവിനും ഫിസ്റ്റുലയ്ക്കൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സെന്റർ ആണ്. ഞങ്ങളുടെ 14ാമത് ബ്രാഞ്ച് ഇവിടെ പാറത്തോട് ജംഗ്ഷനിൽ വരുന്ന 28-ാം തീയതി ഓപ്പൺ ചെയ്യാണ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യണ 50 ആൾക്ക് ചികിത്സ സൗജന്യമാണ്. ആ സൗജന്യാണെങ്കിൽ എന്റെ പേരോട് എഴുതിക്കും മോളെ. മൂലക്കുരുവാ? അല്ലുമ്മ, ഇത് ഈ മൂലക്കുരുവിനും ഫിസ്റ്റുലയ്ക്കൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ആശുപത്രിയാണ്. ആ കുരുവൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്കാണ്, ഇവിടെ ആർക്കും തക്കലാവുന്നില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. അമീർ മോനെ, നീ മാത്രല്ലേ അവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ നീ 4 ആളെയും കൂട്ടിയിട്ട് ബുധനാഴ്ച ഒന്ന് അങ്ങോട്ട് വാ. ശരി ശരി. ഈ കല്യാണം എങ്കിലും നടത്തി തരണം എന്റെ നാഗുർത്തങ്ങളെ. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഉറൂസിന് മക്കളെയും കൊണ്ട് വന്നോളാം തങ്ങളെ. അയ്യോ, അല്ലുമ്മ, അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള വഴി? അതാ മോളെ പ്രശ്നം. ആ വീട്ടിലേക്ക് വഴിയില്ല. വലിഞ്ഞു കയറിയിട്ട കുറെ നാറുകൾ നാണല്ല ഞങ്ങളുടെ പറമ്പിലൂടെ നടന്നോണ്ടിരിക്കുന്നത്. ഉളുപ്പില്ലാത്തവന്മാര്.